മോളെ ഇതെന്തമ്മായി അവതാർ സിനിമയാ ഇല്ല പേസ്റ്റിലെടുത്ത് മോത്താർ തേച്ചിനല്ല. അത് നീ ആടുന്ന് നോക്കിട്ടാ വീടുന്ന് നോക്കിയാട്ടെ തെയ്യം കെട്ടിയ പോലെയുണ്ട്. ഇപ്പുറത്ത് മുയ്മൻ എന്റെ പരയിലെ ക്ലോസപ്പാ. ഞാൻ ഇവളോട് എപ്പോഴും പറയലുണ്ട് ഇപ്പൊ ഇത്ത ഭർത്താനായിട്ട് ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് പോണ്ടാന്ന്. ഇപ്പൊ എന്തായി ഓളെടുക്കുന്ന കണിപ്പിന് കിട്ടിയില്ലേ? ആ എന്താ മോറ്റേ അതിന്റെ ഓളോട് പോയി ചോദിക്കേ. എന്താ അമ്മായി ശരിക്കണ്ടായേ? എന്റെ ഓളിന്റെ അടുത്ത് ചായ വെച്ചടാ. ചായ വെച്ചാ എന്തിന്? ഓക്കെ വിശേഷം ഉണ്ടോന്ന് വെച്ചാന് അന്ന പെടക്ക് ചോദ്യം കാനാ. എന്തിനാ അമ്മായി ചോദിച്ചതിനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? വേറെ എന്തെല്ലാം ചോദിക്കാൻ? അതന്നെ വേറെന്തെങ്കിലും ചോദിച്ചാലോ ഓക്ക് ദേഷ്യം വരൂലാലോ മോനെ. ഇവക്ക് എപ്പോഴുള്ള പണിയാന്ന് കൊക്ക കെട്ടി പറിക്കല്. ആ ശരി ഇപ്പൊ എന്തായോ കുറ്റം? പിന്നല്ലാണ്ട് കേർപ്പല്ലാത്തോണ്ടല്ലേ ചോദിച്ചോണ്ടിനി. അതിനെ ചോദിക്കാനോ? ഇനി ചോദിക്കാൻ നമ്മളിങ്ങ് വരുന്നില്ല പോരെ. ശതങ്ങൊന്ന് സമാധാനിക്ക്. ഈ രാജമ്മ ഇവൻ വന്നിട്ട് പോയാ മതി അറിയണേ. ഞങ്ങളെ പാവാടേ നഞ്ഞിങ്ങനെ ഇരുന്നോ ഒരു വാണത്താവ്. അമ്മായി ആസ്പത്രി പോയിട്ട് പോവാന്ന്. ഞാൻ അതിന്റെ ഓളെ കൊണ്ടേ കാണിക്കടാ. ഓക്ക് പിരാന്താ. ഞാൻ മുഖത്ത് പേസ്റ്റ് അടച്ചിട്ട് പോ, നാട്ടുകാർ കാണൂ. കാണട്ട് എല്ലാരും അറിയട്ട്. എന്റെ മരോളെ താനിക്കോണം. ഇഞ്ഞൊന്ന് സൂക്ഷിച്ച രാജമ്മേ. ഇന്നോള് ചായ വെച്ച് നാളെ എന്റെ വീട്ടിൽ എത്താ ഇളച്ച എണ്ണ വയ്ക്കാതെ നോക്കിക്കോ. കാഞ്ഞ വിട്ടിന് എന്റെ മോൻ കെട്ടിക്കോട്ടാന്ന് ശാന്തമാരാന്ന് കാണിച്ചു കൊടുക്കാം. എനിക്കെന്താ ചോദിക്കാനും പറയാൻ ആരും ഞാൻ വിചാരിച്ചിനോ? എല്ലാത്തിനും ഞാൻ കോടതി ഏറ്റു. പിരാന്ത് ഒക്കെ പെറാൻ പറ്റാത്തതിന്റെ ദേഷ്യം എന്നോട് കാണിക്കാ. എന്റെ വീട്ടത്തിൽ ചായ വെച്ചണേ. അതെയാ? ആ എങ്ങനെ? നല്ല തിളച്ചിട്ട് പതവന്ന ചായ തന്നെയാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു ഓളെ ചെയ്തപ്പോ ഇന്നേ മാറ്റി കൊടുക്കാം. മൊഞ്ചുള്ളൊരു വീട് കണ്ടപ്പോ അസൂയ. നാട്ടുകാരുടെ പെരടി കയറാതെ ഇങ്ങോളം നിലയ്ക്ക് നിർത്തിക്കൊന്നില്ല. മോനെ നകുല വീടിയെ പോകുമ്പോ ഒരു പേസ്റ്റും കൂടി വാങ്ങണേ മോനെ. ക്ലോസപ്പ് അല്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ഉണ്ട്. എന്ത്? പൊള്ളലിന് പേസ്റ്റ് അല്ല നല്ലത്, ബെനോള. കുറച്ചുകൂടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഏതോള്? കുടുംബശ്രീന്റെ ഗ്രൂപ്പിൽ വന്നാടാ. നാട്ടിലൊത്തം പാട്ടായല്ലേ? ഇനിയൊക്കെ വയറ്റിലായില്ലേലും വയറായി. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. അതിന് ഓള് ചൂടായിട്ട് ഒരു കാര്യമില്ലട്ടാ. അതിന് ചൂടാവല്ലോ, ചൂട് ചായ മുഖത്ത് വയ്ക്കലല്ലേ. അത് തന്നെ എൻ്റെ ഒക്കെ 1-ാം മാസം വയറ്റിലായന നാട്ടുകാർ കളിയാക്കി. ഇവന്റെ പാവാത്തന്നെ കളിയാക്കുന്നു. ആരാന്റെ പരിമനെ വയറ് നോക്കി നടക്കുക നാറികളും. നീ എന്തായാലും കുറച്ച് പേസ്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ. ഇതുകൊണ്ടൊന്നും നാട്ടുകാരും ഉണ്ടാണ്ട് നിനക്കൊന്നില്ലേ. വീട്ടിൽ പോകാനല്ലോ. ഇനി ഫോൺ എടുക്കടാ, അടുത്ത ചായ ആർക്ക് കിട്ടിയെന്ന് അറിയാലോ. ഹലോ. ആ ശരിക്കും ഇത് നമുക്ക് പൊളിക്കണം. ആയോന്ന് വെച്ചാൽ എല്ലാ തണ്ണികളും വിളിച്ചറിയിക്കും. എനിക്കായ കാര്യം ആ ഞാൻ പീരീഡ്സ് ആയ കാര്യം എല്ലാരും വിളിച്ചറിയിക്കാം. നിങ്ങൾ എനിക്ക് പാഡ് മേടിക്കണം. അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് നിന്നെ കൊണ്ടുപോവാ. വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോകുന്ന അതൊരു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ മാറ്റി വെക്കണം. പിന്നെ
നിങ്ങൾ മേടിച്ചിട്ട് വന്നാ മതി. ഞാനാ? എന്ത് നിങ്ങൾ മേടിച്ചാ കിട്ടൂലേ? ആ ആ വാങ്ങാം. മനോരേട്ടാ, എന്താടാ ഒന്നുമില്ല. ഇതാ ഞാൻ കൊടുക്കാം. ഇതാ മനോരേട്ടാ. മനോരേട്ടനാ? ആ മനോരേട്ടാ. ആ ആ ആ ഇപ്പൊ വരാം. ശരി. എന്താടാ? ശാന്തമായി പാർട്ടി ഓഫീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. മനോരേട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് വരാം. ഇത് പണിയാന്നല്ല, ഏതായാലും പോയി നോക്കാം. വാ ശുക്രേ, ആ. പോയിട്ട് വരുന്നു. ഓ, എടാ പ്രമോദ, നിന്റെ അടുക്കുള്ള പൈസയില്ല നമ്മുടെ സഹകരണ ബാങ്ക് കൊണ്ടിട്. ഞാനല്ലേ പ്രസിഡന്റ്. അതാകുമ്പോൾ സേഫ് ആയിരിക്കുമോ? ഞാനത് നോക്കാം. ഞാനത് നിന്നെ പിന്നെ വിളിക്കാം. മനോരേട്ടാ. ആ ആ എന്തുണ്ടാകില്ല? മനോരേട്ടൻ നേരത്തെ എത്തിയാ? ആ കുറച്ചു നേരമായി. അമ്മ ചായ കൊടുത്താ? അയ്യോ വർത്തമാനത്തിന്റെ ഇടയ്ക്ക് അത് മറന്നു. ശാലിനി, അയ്യോ ചായ വേണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി. നകുല, സംഗതി വധശ്രമാന്നേ. വധശ്രമാ? IPC 307. അല്ല മനോരേട്ടാ, അവർ കേസ് കൊടുത്താ? കേസൊന്നും കൊടുത്തിട്ടില്ല. തൽക്കാലം എൻ്റെ ഹോൾഡ് വെച്ച് ഞാനത് മാറ്റി വെച്ചിരിക്കുക. മനോഹര ഓളങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തൊന്നുമല്ല. ആ അതെനിക്കറിയില്ലേ രാജമ്മച്ചി. ചായ എടുത്ത് വരുമ്പോൾ അറിയാണ്ട് സ്റ്റെപ്പുമെന്ന് കാല് തെറ്റി വീണതായിരിക്കൂ. അല്ലേ അല്ലേ മോളെ? നകുല, നമുക്ക് കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും ഇല്ലാണ്ട് തീർക്കുന്നല്ലേ നല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ? ഓർക്ക് ആസ്പത്രിയിൽ കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അത് എനിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന കാര്യം ഞാനേറ്റ്. ഓരോട് അന്നേരം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന്, കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? പൈസ നമുക്ക് കൊടുക്കാം, അത് പ്രശ്നമില്ല. എത്ര വരാ? ഒരു 20,000 രൂപ കൊടുത്താൽ സംഭവം സോൾവാ. 20,000 രൂപ? CT സ്കാനും അൽക്കുലത്ത് പരിപാടിയിലായിട്ട് ഒരു 25,000 മേലെ പോയി എന്നാ പറഞ്ഞ്. ഞാനത് പറഞ്ഞ് 20 എത്തിച്ചിട്ടുണ്ട്. CT സ്കാനാ? ആ CT സ്കാൻ. മുഖം പിന്നെ തലേന്റെ ഭാഗല്ലേ. നീ എന്ത് വർത്താനം ഈ പറയുന്നത്? ആ എന്നാ കണ്ണിന് പറ്റിയേ? അത് വരുന്ന വഴിക്കൊരു പ്രാണി അടിച്ചതാ. നല്ല ചോപ്പുണ്ടല്ലോ. മനോട്ടാ, ആ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇപ്പൊ എടുക്കാണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാ? അതിന് ഇപ്പം വേണം നിന്നോടാരാ പറഞ്ഞ്? ഈ വൈറ്റ് എത്തിച്ചാ മതി. വരുന്നേ എടാ മോനെ, മുലപ്പാല് കിട്ടെങ്കിലും ഇട്ടിച്ചോ. കണ്ണിന് ബെസ്റ്റാ. മുലപ്പാലാ?